ഭരിക്കുന്ന ആളുകളുടെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കൂടുതൽ കേരളത്തിലാണ് വരുന്നത്. കാരണം ഈ ദേശീയ അവാർഡുകളിൽ ആ ഭരിക്കുന്നവരേക്കാൾ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നുണ്ട്. കാരണം അവിടെ ഈ അവാർഡ് നിശ്ചയിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ളതാണ്. നമ്മളിവിടെ അങ്ങനെയല്ല. ഓരോ തവണയും ഗവൺമെൻറ് മാറി വരുമ്പം അവർ നിയമിക്കുന്ന ആളുകളാണ് അക്കാഡമിയിൽ വരുന്നത്. അങ്ങനെ വരുന്ന അക്കാഡമിയിൽ വരുന്നവരാണ് ഈ ജൂറിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ഒരു രാഷ്ട്രീയം അതിൽ പ്രതിഫലിക്കും. അപ്പം അത് മിക്കവാറും അവാർഡുകളിലും പ്രതിഫലിച്ച് വരാറുണ്ട്. ശരിക്ക് അവാർഡുകൾ, ഈ സർക്കാർ അവാർഡുകളൊക്കെ ഇതിനൊക്കെ അതീതമായിരിക്കണം. അപ്പോൾ ഇതിലൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഒന്നാമതായി ഭരിക്കുന്ന സർക്കാരിൻ്റെ നിയന്ത്രണം. ആ സർക്കാർ നിയന്ത്രണം അത്ര കടുപ്പിച്ചിട്ടില്ല നമ്മുടെ നാട്ടിൽ. അത് തീർച്ചയായിട്ടും വളരെ വിനാശകാരിയായിട്ട്, അല്ലെങ്കിൽ എല്ലാത്തിനെയും ബാധിക്കുന്നതായിട്ട് പറയാൻ പറ്റില്ല. എങ്കിലും ചില ഡിസിഷൻസ് അവർ നിയമിച്ച ആളുകളിൽ നിന്ന് ഉണ്ടാവും.